അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഡീസലും സ്പ്രേ ചെയ്യുന്ന ആ സംഭവം മേടിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പ് ഷെയർ ചെയ്യാനാണ്. നമുക്കെല്ലാവർക്കും 2 വീലേഴ്സ് ഉള്ളവരാണ്. പക്ഷേ 2 വീലറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ചെയിൻ. അപ്പോൾ ആ ചെയിൻ നമ്മൾ പലരും അത് ക്ലീൻ ചെയ്യാറില്ല. അതുമൂലം നമ്മുടെ ഇന്നർ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആവുന്നു, ചെയിൻ സ്പ്രാക്കറ്റ് കംപ്ലൈൻ്റ് ആവുന്നു. അത് കുറേ നാളെ നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു സിമ്പിളായിട്ട് ചെയിന് ക്ലീൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എടാ, ഡീസൽ വാങ്ങിക്കാൻ ചെറിയ കുപ്പി ഉണ്ടാടാ. ഓ ശരിയടാ, പോയിട്ട് വരാം. സ്പ്രേ ചെയ്യണ ഇതുണ്ടാവുമോ? കുപ്പി സ്പ്രേ. അങ്ങനത്തെ എത്ര? അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഡീസലും സ്പ്രേ ചെയ്യുന്ന ആ സംഭവം മേടിച്ചിട്ടുണ്ട്. ഈ സ്പ്രേ ചെയ്യുന്ന ഈ സംഭവം ഈ കുപ്പിയിലോട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രഷാണ്, ഒരു പഴയ ബ്രഷ്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു തുണിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം.
ഇതാണ് ഇപ്പോഴത്തെ ചെയിനിൻ്റെ അവസ്ഥ. നന്നായിട്ട് സ്പ്രേ ചെയ്ത ശേഷം ചെയിനിൻ്റെ 4 വശവും ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. ഇത് വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യേണ്ടത്. ചെയിനിനിടയിൽ കയ്യോ ബ്രഷോ ആവാതെ സൂക്ഷിക്കുക. ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം തുണി ഉപയോഗിച്ച് നല്ല വൃത്തിയാ ചെയിൻ തുടയ്ക്കുക. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ തുണി ഉപയോഗിച്ച് കൈവച്ച് ക്ലീൻ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിനു വേണ്ടി ഓൺലൈനായിട്ട് നമുക്ക് ഒരു ബ്രഷ് വാങ്ങാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അത് ലഭ്യമാണ്. ഇനി നമുക്കിതൊന്ന് ലൂബ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഞാൻ ലൂബ് ചെയ്യാൻ മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ്. ഇതിനകത്ത് നമ്മൾ ഓട്ടോറിക്ഷയിലും മറ്റും ഒഴിക്കുന്ന ഗിയർ ഓയിലാണ്. അത് പകുതിയോളം ഉണ്ട്. ഇത് ഡീസലാണ്. അപ്പോൾ കുറച്ച് ഡീസൽ, ഗിയർ ഓയിൽ പകുതിയോളം ഉണ്ട്. കുറച്ച് ഡീസൽ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഗിയർ ഓയിൽ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ കുറച്ച് ഡീസൽ നമ്മൾ അതിലോട്ട് ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് നമുക്ക് നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്യാം. നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിത് ചെയിനിലോട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ചെയിനിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൊടുക്കുക. മൈ നെയിം ഈസ് വിഷ്ണുലാൽ, സൈനിങ് ഔട്ട്.